നമ്മുടെ കേരളത്തിലെ ഓരോ അച്ഛനും ഓരോ അമ്മയും ഓരോ സഹോദരനും ഓരോ ചേട്ടനും ഓരോ പെങ്ങന്മാരും ഓരോ ഉമ്മയും ഓരോ ഉപ്പയും ഓരോ കൂട്ടുകുടുംബങ്ങളും പുറത്ത് നടക്കുന്ന വെറൈറ്റി കൊലപാതകങ്ങളുടെ കഥ വായിച്ച് ആശ്ചര്യപ്പെടാതെ, മയക്കുമരുന്നിന് അടിമയായി ഉമ്മയെ കൊന്ന കഥകൾ കേട്ട് ആശ്ചര്യപ്പെടാതെ, സ്കൂളിൽ പോയ മക്കൾ പ്രണയം നടിച്ച് ആരുടെയോ പിറകെ പോയ കഥകൾ കേട്ട് ആശ്ചര്യപ്പെടാതെ അവനവൻ്റെ കുടുംബങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. അതാ എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾ വാങ്ങിക്കൊടുത്ത ഫോണിലൂടെ ഇതെല്ലാം തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വീടിൻ്റെ അകത്ത് 10 പേര് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ 10 ഫോണുകളാണെങ്കിൽ 10 ഫോണിനും 10 ലോക്കാണ്. എല്ലാവരും ഒരു ലോക്കിലാവുക. എല്ലാ ഫോണും ഓപ്പൺ ആക്കാൻ എല്ലാവർക്കും സൗകര്യപ്പെടുന്ന ഒരു ലോക്കിൽ ആ ഫോണ് ഉപയോഗിക്കുക. കിടക്കാൻ പോകുന്ന സമയത്ത് ഫോണുകൾ എല്ലാവരുടെ ഫോണും ഒരു സ്ഥലത്ത് വെക്കാനുള്ള സൗകര്യം കണ്ടെത്തുക. ആർക്കും ഒരു വീട്ടിലെ അംഗങ്ങളുടെ ഫോണുകൾ ആർക്കും എപ്പോഴും തുറക്കുവാനും നോക്കുവാനുമുള്ള ആ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. അത് മക്കൾ മുതൽ അമ്മുമ്മ വരെ ഫോണിൻ്റെ കോഡ്, ഫോൺ ഓപ്പൺ ചെയ്യാനുള്ള ലോക്ക് നമ്പർ 1 ഇങ്ങനെയുള്ളൊരു സൂക്ഷ്മത അവനവൻ്റെ വീട്ടിലുള്ളവർ ചെയ്യുകയും ആ വീട്ടിലുള്ളവരോട് വിദ്യാർത്ഥികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, പെൺകുട്ടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നതോടൊപ്പം കുട്ടികളെ നിർത്തി സ്കൂളിലെ സകല വിശേഷങ്ങളും കമ്പനി അടിച്ച് കൂട്ടുകാരികളെപ്പോലെ ചോദിച്ച് മനസ്സിലാക്കുക. ഇതിപ്പോൾ അടുത്തടുത്ത സ്കൂളിൽ നടക്കുള്ളൂ കേട്ടോ. ബാംഗ്ലൂർ, ഡൽഹി, കോയമ്പത്തൂർ, ബോംബെ ഒക്കെ വിട്ട് പഠിപ്പിക്കുന്നവരുണ്ട്. ആധുനിക വിദ്യാഭ്യാസം തൊഴിലിനു വേണ്ടിയാണ്, അല്ലാതെ വേറെന്ത് നേടിയെടുക്കാനാ? ആരും തന്നെ ആകാശ ഗവേഷണത്തിന് വേണ്ടി പഠിക്കുന്നതല്ലല്ലോ, ഒക്കെ തൊഴിലിന് വേണ്ടിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അവരുടെ ഭാവി, ഫ്യൂച്ചർ നഷ്ടപ്പെടുത്തുന്ന, നിയന്ത്രണമില്ലാത്ത ഒരു മേഖലയായി ആധുനിക വിദ്യാഭ്യാസം മാറി എന്നുള്ളത് പച്ചയായ സത്യമാണ്. എന്നതുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസം നേടുമ്പോൾ സുരക്ഷിതത്വമുള്ള സംവിധാനത്തിലല്ലാതെ ഈ തലമുറകളെ ഒരു വിദ്യാലയങ്ങളിലും ചേർക്കുക, അത് ഒരു ആത്മഹത്യക്ക് തുല്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോണിൻ്റെ കാര്യത്തിൽ നല്ലൊരു കൺട്രോൾ ആവശ്യമായി വന്നിരിക്കുകയാണ്.